السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ജമ്മയിൽ നിന്ന് എപ്പോഴാണ് യാത്ര പുറപ്പെടേണ്ടത്? അതായത് അൽ മുസ്ദലിഫയിൽ നിന്ന്. മതാ യുദ്ഫഉ മിൻ ജമ്മിൻ. അംർ ഇബ്നു മൈമൂൻ വിശദീകരിക്കുന്നു, ഞാൻ കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു രാവിലെ അല്ലെങ്കിൽ സുബഹി നിസ്കാരം നിസ്കരിക്കുന്നത് ജമ്മയിൽ. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, മുശ്രിക്കുകൾ ബഹുദൈവാരാധകർ ജാഹിലിയ കാലഘട്ടത്തിൽ അവരെ ജമ്മയിൽ നിന്നും യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല സൂര്യൻ ഉദിക്കുന്നതുവരെ. എന്നിട്ട് അവർ പറയുമായിരുന്നു, സൂര്യപ്രകാശം സാബിർ അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ വീഴട്ടെ, അവിടെ വീണ് തിളങ്ങട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അതിന് എതിരായിട്ടാണ് ചെയ്തത്. സൂര്യോദയത്തിന് മുമ്പേ ജമ്മയിൽ നിന്നും യാത്ര ചെയ്യുമായിരുന്നു. സമയത്ത് അംറു ഇബ്നു മൈമൂനിൻ യഖൂലു ഷഹിദ്തു ഉമറ റളിയല്ലാഹു അൻഹു സ്വല്ല ബിജമ്മി സുബ്ഹി ثم وقف فقال إن المشركين كانوا لا يفيضون حتى تطلع الشمس ويقولون أشرق صبير وأن النبي صلى الله عليه وسلم خالفهم ثم أفاض قبل أن تطلع الشمس. തൽബിയത്ത് അല്ലെങ്കിൽ ലബ്ബൈക്ക് എന്നുള്ളത് ചെല്ലുന്നത്, പിന്നെ തക്ബീർ വിളിക്കുന്നത് നഹ്റിൻ്റെ ദിവസം രാവിലെ കല്ല് എറിയുന്നത് വരെ, ജംറത്തുൽ അഖബയിൽ റമി ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ കല്ലെറിയുന്നത് വരെ. പിന്നെ ആരെങ്കിലും പുറകിൽ ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ മൃഗത്തിൻ്റെയോ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. അത്തൽബിയത്തി വത്തക്ബീരി ഗദാത്തൻ നഹ്രി ഹത്താ യർമിൽ ജംറത വൽ അർത്തിദാഫി ഫിസ്സൈരി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫദ്ലിനെ പുറകിൽ ഇരുത്തി അദ്ദേഹത്തിൻ്റെ. അൽ ഫദ്ൽ പിന്നീട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരുന്നു അദ്ദേഹം റമി ചെയ്യുന്നത് വരെ, അത് കല്ല് എറിയുന്നത് വരെ ജംറയിൽ അല്ലെങ്കിൽ ജംറത്തുൽ അഖബയിൽ. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم أردف الفضل فأخبر الفضل أنه لم يزل يلبي حتى رمى الجمرة. ഉബൈദുല്ലാഹ് ബിൻ അബ്ദുള്ള വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്തു അറഫയിൽ നിന്നും അൽ മുസ്ദലിഫയിലേക്ക്, പിന്നെ അൽ മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്കും. അൽ ഫദ്ൽ ആണ് അവിടെ നിന്ന് പോയപ്പോൾ പുറകിൽ, പിന്നെ അൽ മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് പോയപ്പോൾ അൽ ഫദ്ൽ ആണ് അദ്ദേഹത്തിൻ്റെ പുറകിൽ ഇരുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, രണ്ടു പേരും പറഞ്ഞു, അതായത് ഉസാമയും അൽ ഫദ്ലും പറഞ്ഞതായിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു റമി ചെയ്യുന്നത് വരെ, അതായത് കല്ല് എറിയുന്നത് വരെ ജംറത്തുൽ അഖബയിൽ. അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന ഉസാമത ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമാ കാന റിദ്ഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അറഫത ഇലൽ മുസ്ദലിഫതി ثم أردف الفضل من المزدلفة إلى منى قال فكلاهما قال لم യസലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുലബ്ബി ഹത്താ റമ ജംറത്തുൽ അഖബ. ആരെങ്കിലും ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്താൽ, ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ്, ആദ്യം ഉംറ പിന്നെ ഹജ്ജ്, അതായത് അൽ ഹജ്ജൽ കിറാൻ അല്ലെങ്കിൽ ഹജ്ജ് തമത്തു, ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ വിശദമായിട്ട് കണ്ടതാണ്. അവൻ ഒരു മൃഗത്തിനെ അറുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഹദി, അതല്ലെങ്കിൽ അറവ് മൃഗം, ബലിമൃഗം, അവന് പറ്റുന്ന മൃഗം എന്താണോ കഴിവ് അതിനനുസരിച്ചിട്ടുള്ള മൃഗത്തിനെ അറുത്തു കൊടുക്കണം. ആ ആയത്ത് തുടരുന്നു, അൽ മസ്ജിദ് അൽ ഹറമിൽ, അതായത് മക്കയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ സൂറത്ത് 196 ആയത്ത്. ഫമൻ തമത്താ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി ഇലാ ഖൗലിഹി തആല ഹാദിരിൽ മസ്ജിദിൽ ഹറാം. അൽ ബഖറ 196. അബൂ ജംറ വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായോട് ചോദിച്ചു, ഹജ്ജ തമുത്തുവിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്യാൻ ഉത്തരവിട്ടു. അപ്പം ഞാൻ ഹദി, അതായത് അറവ് മൃഗം അല്ലെങ്കിൽ ബലിമൃഗത്തിനെ പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒരു ഒട്ടകത്തിനെ അറക്കണം, അല്ലെങ്കിൽ ഒരു പശുവിനെ, അതല്ലെങ്കിൽ ഒരു ആടിനെ, അതല്ലെങ്കിൽ നിനക്ക് പങ്കിട്ട് അറക്കാം, പങ്കുകൂടി അറക്കുന്നതും പറ്റും.
പൈസ ഇല്ലാത്ത കണക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് പല ആളുകൾക്കും ഇഷ്ടമല്ലായിരുന്നു ഹജ്ജ തമുത്തു എന്ന് പറയുന്നത്. അപ്പം ഞാൻ കിടന്നുറങ്ങി, എന്നിട്ട് ആരോ ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു സ്വപ്നത്തിൽ, ഹജ്ജ് മബ്രൂർ, മുത്താഴ് സ്വീകരിച്ചിരിക്കുന്നു, അതായത് ഹജ്ജ് തമുത്തു. ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാകുന്നു. അതായിരുന്നു അബുൽ ഖാസിമിൻ്റെ സുന്നത്ത് അല്ലെങ്കിൽ രീതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. ശോഭ വിശദീകരിക്കുന്നു, ആ സ്വപ്നത്തിലുണ്ടായിരുന്ന വിളിച്ചു പറയൽ അതിൽ പറഞ്ഞു എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെട്ട ഉംറയും പിന്നെ ഹജ്ജ് മബ്രൂറും. ഹദ്ദസന അബൂ ജംറത ഖാല സഅൽതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൽ മുതാത്തി ഫഅമറനി ബിഹാ വസഅൽതു അനിൽ ഹദി ഫഖാല ഫീഹാ ജസൂറുൻ ഔ ബഖറത്തുൻ ഔ ഷാത്തുൻ ഔ ശിർക്കുൻ ഫീ ദമിൻ ഖാല വകഅന്ന നാസൻ കരിഹൂഹാ ഫനിംതു ഫറഅയ്തു ഫിൽ മനാമി കഅന്ന ഇൻസാനൻ യുനാദി ഹജ്ജുൻ മബ്റൂറുൻ വമുതാഅത്തുൻ മുതഖബ്ബലത്തുൻ ഫഅതൈതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫഹദ്ദസ്തു ഫഖാല അല്ലാഹു അക്ബർ സുന്നത്തു അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് ഒട്ടകങ്ങൾ, പശുക്കൾ, കാളകൾ അറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബലിമൃഗങ്ങളുടെ പുറത്ത് അള്ളാഹുവിൻ്റെ വചനം അതിനെപ്പറ്റി പറയുന്നത് ബുദ്ന്, അതായത് പശു, കാള അല്ലെങ്കിൽ ഒട്ടകങ്ങൾ, അവയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അവയെ ഓടിച്ചുകൊണ്ട് വരുന്നത് ഹജ്ജാജികൾ അല്ലെങ്കിൽ തീർത്ഥാടകർ, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ മക്ക ഷരീഫിലേക്ക് അല്ലെങ്കിൽ മക്ക പരിശുദ്ധമായ ആ സ്ഥലത്തേക്ക്, ഹറമിലേക്ക്. അവയെയൊക്കെ നിനക്ക് നാം അള്ളാഹുവിൽ നിന്നുള്ള അടയാളങ്ങളാക്കി തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് വളരെയധികം നന്മ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, അവരുടെ മേലിൽ അവയെ അറക്കാൻ വേണ്ടി നിരനിരയായി നിർത്തുമ്പോൾ. പിന്നെ അവരുടെ വശങ്ങളിലായി കിടക്കുമ്പോൾ, അതായത് അറവ് കഴിഞ്ഞു, മൃഗങ്ങൾ അവിടെ മരിച്ചു കിടക്കുകയാണ്. ആയത്ത് അങ്ങനെ തുടരുന്നു, സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക, അല്ലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്സിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. അതായത് ഇഹ്സാൻ, പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ആളുകളാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മുസ്ലിം എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ്. മുഅ്മിൻ, മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നവൻ. മുസ്ലിം എന്ന് പറയുന്ന ശരീരം കൊണ്ട് മുസ്ലിമാണ്, പ്രവൃത്തിയിൽ മനസ്സുകൊണ്ടായിട്ടില്ല. മുഅ്മിൻ എന്ന് പറയുന്ന വിശ്വാസം കൊണ്ട്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിശ്വാസിയാണ്. അതിനു മുകളിലാണ് മുഹ്സിൻ. 22-ാമത്തെ സൂറത്ത് 36-37 ആയത്തുകൾ. ഇതിൻ്റെ ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, മാഞ്ഞു പോയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബദന അല്ലെങ്കിൽ അറക്കാനുള്ള മൃഗം ബലിമൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നത് കണ്ടു. ആ മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുറത്ത് യാത്ര ചെയ്തോ? അപ്പോൾ ആൾ പറഞ്ഞു, ഇത് അറക്കാനുള്ള ബലിമൃഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ. അപ്പോൾ സാധാരണ ബലിമൃഗം എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ ബഹുമാനവും ആദരവൊക്കെ കാണാം, അതിൻ്റെ പുറത്ത് കയറില്ല, അതിന് നമ്മൾ കയറി പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ട് പോകും. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആളോട് റസൂൽ പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു വീണ്ടും, ഇത് അറവ് മൃഗമാണ്, ബലിമൃഗം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിനക്ക് നാശം. പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് ദേഷ്യം കാണിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അവൻ്റെ ബദനയെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് അറവ് മൃഗമാണെങ്കിൽ ബലിമൃഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ബലിമൃഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യൂ. عن أنس رضي الله عنه أن النبي صلى الله عليه وسلم رأى رجل يسوق بدنة قال اركبها قال إنها بدنة قال اركبها قال إنها بدنة قال اركبها 3. ആരെങ്കിലും അറവ് മൃഗത്തിനെ അല്ലെങ്കിൽ ബലിമൃഗത്തിനെ ഓർക്കാനുള്ള ഒട്ടകങ്ങൾ അല്ലെങ്കിൽ പശുക്കളെ അദ്ദേഹത്തിനോടൊപ്പം ഓടിച്ചു കൊണ്ടുവന്നാൽ മൻസാഖൽ ബുദ്ന മാഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അവസാനത്തെ ഹജ്ജ്, അതായത് ഹജ്ജത്തുൽ വദായിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്തു. എന്നിട്ട് ഹദി, അറവ് മൃഗം അല്ലെങ്കിൽ ബലിമൃഗത്തിനെ അറുത്തു. അതിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹം ദുൽഹുലൈഫയിൽ നിന്ന് റസൂലിനോടൊപ്പം വന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇഹ്റാം കെട്ടി ഒരു ഉംറയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹജ്ജിന് വേണ്ടിയിട്ടും
അങ്ങനെ ആളുകൾ അതുപോലെ തന്നെ ചെയ്തു. എല്ലാവരും ഉംറ ചെയ്തു, എന്നിട്ട് ഹജ്ജ് ചെയ്തു, രണ്ടും ഒരുമിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. കുറേ ആളുകൾ അറവ് മൃഗത്തിനെ അല്ലെങ്കിൽ ബലിമൃഗത്തിനെ കൂടെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ കുറേ ആളുകൾ കൊണ്ടുവന്നില്ലായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ആരൊക്കെയാണ് അറവ് മൃഗത്തിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്, അവർ ഇഹ്റാം അഴിക്കരുത് ഹജ്ജ് തീരുന്നത് വരെ. ആരൊക്കെയാണോ ഹദിയ അല്ലെങ്കിൽ ബലിമൃഗത്തിനെ കൂടെ കൊണ്ടുവരാത്തത്, അവർ തവാഫ് കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സഅയ് അസ്സഫാൽ മറവയുടെ ഇടയിൽ ചെയ്യുക, എന്നിട്ട് മുടി ചെറുതാക്കുക, എന്നിട്ട് ഇഹ്റാം അഴിക്കുക. പിന്നീട് അവർ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാം കെട്ടിക്കൊള്ളട്ടെ. പക്ഷേ അവൻ ഹദി അതല്ലെങ്കിൽ ബലി അറുക്കണം. ഇനി ആർക്കെങ്കിലും അതിന് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അറക്കാനുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ, പണം ഇല്ലെങ്കിൽ, അവൻ 3 ദിവസം നോമ്പ് പിടിക്കണം ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ. പിന്നെ 7 ദിവസം വീട്ടിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോഴും നോമ്പ് പിടിക്കണം. അതായത് ഹജ്ജത്തമുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തു കഅബയ്ക്ക് ചുറ്റും മക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ. എന്നിട്ട് കറുത്ത കല്ലിനെ അദ്ദേഹം തൊട്ടു, അതായത് ഹജറുൽ അസ്വദിനെ, അല്ലെങ്കിൽ ആ മൂലയിൽ. ആദ്യം തന്നെ അതാണ് അദ്ദേഹം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റമൽ ചെയ്തു, വേഗത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ചെറുതായി ഓടുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ തോളൊക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 3 റൗണ്ട് 3 തവാഫുകളിലാണ് അദ്ദേഹം റമൽ ചെയ്തത്. പിന്നീടുള്ള കഅബയ്ക്ക് ചുറ്റുമുള്ള 4 തവാഫുകളിൽ അദ്ദേഹം നടക്കുകയായിരുന്നു സാധാരണ പോലെ. തവാഫ് കഅബയ്ക്ക് ചുറ്റും ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു മഖാം ഇബ്രാഹിമിൽ. നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അസ്സഫ അൽ മർവയുടെ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ 7 തവാഫ് സഅയ് ചെയ്തു അവയ്ക്കിടയിലൂടെ. അദ്ദേഹം ഇഹ്റാമിൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യവും ചെയ്തില്ല. അത് എല്ലാ ഹജ്ജിൻ്റെ കർമ്മങ്ങളും തീരുന്നത് വരെ, എന്നിട്ട് ബലി അറുക്കുന്നത് വരെ, നഹർ 10 ദുൽഹജ്ജ ദിവസം. എന്നിട്ട് അദ്ദേഹം തിരക്ക് പിടിച്ച് മക്കയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് തവാഫൽ ഇഫാദ കഅബയ്ക്ക് ചുറ്റും ചെയ്തു. പിന്നെ അദ്ദേഹം ഇഹ്റാമിലിരിക്കുന്ന അല്ലെങ്കിൽ മുഹരിമായിട്ടുള്ള ആളുകൾക്ക് നിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹത്തിന് അതെല്ലാം അനുവദനീയം ആയി. ആരൊക്കെയാണോ അവരോടൊപ്പം അവരുടെ ബലിമൃഗത്തിനെ കൊണ്ടുവന്നത്, അവരെല്ലാവരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തന്നെ ചെയ്തു. അതായത് ഹജ്ജുൽ ഖിറാൻ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല തമത്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തിൽ വദാഇ ബിൽ ഉംറതി ഇലൽ ഹജ്ജി വഅഹദ ഫസാഖ മഅഹുൽ ഹദിയ മിൻ ദിൽ ഹുലൈഫ വബദാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹല്ല ബിൽ ഉംറതി ثم അഹല്ല ബിൽ ഹജ്ജി ഫതഅത്താ الناس مع النبي صلى الله عليه وسلم بالعمرة إلى الحج فكان من الناس من أهدى فساق الهدي ومنهم من لم يهدي فلما قدم النبي صلى الله عليه وسلم مكة قال للناس من كان منكم أهدى فإنه لا يحل من شيء حرم منه حتى يقضي حجه ومن لم يكن منكم أهدى فليطف بالبيت وبالصفا والمروة ويقصر وليحل ثم ليحل بالحج فمن لم يجد هديا فليصر 3 أيام في الحج وسبعة إذا رجع إلى أهله فطاف حين قدم مكة واستلم الركن أول شيء ثم خب 3 أطواف ومشى 4 من الأطواف فركع حين قضى طوافه بالبيت عند المقام ركعتين ثم سلم فانصرف فأتى الصفا فطاف بالصفا بالمروة 7 أطواف ثم لم يحلل من شيء حرم منه حتى قضى حجه ونحر هديه يوم النهر وأفاض فطاف بالبيت ثم حل من كل شيء حرم منه وفعل مثل ما فعل رسول الله صلى الله عليه وسلم من أهدى وساق الهدي من الناس. വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞു, ഹജ്ജിനെയും ഉംറയും ഒരുമിച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് ചെയ്തത് എന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെയാണ് ചെയ്തത്. ഹജ്ജും ഉംറയും ഒരുമിച്ച് അദ്ദേഹത്തിനോടൊപ്പം തന്നെ. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തൊട്ട് മുമ്പുള്ള ഹദീസിൽ നമ്മൾ കണ്ട 1691 കണ്ട അതേ വിശദീകരണം തന്നെയാണ്. وعن عروة أن عائشة رضي الله عنها أخبرته عن النبي صلى الله عليه وسلم في تمتع بالعمرة إلى الحج فتمتع الناس معه بمثل الذي أخبرني سالم عن ابن عمر رضي الله عنهما عن رسول الله صلى الله عليه وسلم.
അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.